പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ സഭാംഗങ്ങളെന്ന നിലയ്ക്ക് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ വരുമാനത്തിൻ്റെ 10% മാറ്റിവെക്കുക, ദശാംശം കൊടുക്കുക എന്നുള്ള ആ ശൈലിയെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുകയാണ്. മലാക്കി പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ 8 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ വളരെ ശക്തമായ ഭാഷയിൽ പ്രവാചകൻ പറയുന്നു, കർത്താവിൻ്റെ അരുളപ്പാടായിട്ട് പറയുന്നു, മനുഷ്യർ ദൈവത്തെ കൊള്ളയടിക്കുകയാണ് ദശാംശം കൊടുക്കാതിരിക്കുക വഴി എന്ന്. എങ്ങനെയാണ് കൊള്ള ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങൾ കാഴ്ചകളിലും തന്നെ നിങ്ങളെന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം കൂട്ടിച്ചേർക്കുകയാണ്, ദശാംശം മുഴുവനും കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എന്താണ് ഈ കലവറ? യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യത സംഭരിച്ചു വച്ചിരിക്കുന്ന തിരുസഭയാകുന്ന കലവറ. തിരുസഭയ്ക്ക് സ്വന്തമായിട്ട് വരുമാന മാർഗങ്ങൾ ഉണ്ടോ? സഭയുടെ പല ഘടകങ്ങളിലും അതുണ്ടായിരിക്കും. പക്ഷെ ഒരു ഇടവകയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ, വചന ശുശ്രൂഷ, അത് എവിടെ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അത് നടക്കേണ്ടത്? അത് ഇടവകയിലുള്ള വൈദികരുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ ധ്യാന കേന്ദ്രങ്ങളുള്ളവരുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ അല്ല. അവരും ജീവിച്ച് പോകണം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെയുള്ള ദൈവ ശുശ്രൂഷ തുടരണം. ഈ ദശാംശം കൊടുക്കുന്ന ഒരു ക്രമത്തിലേക്ക് വന്നതിനെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ, ജോഷുവയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ അവിടെ 14-ാം തിരുവചനം, ജോഷുവ 13:14 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ച ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങൾക്കെല്ലാം കാനാൻദേശം പങ്കുവെച്ചു കൊടുത്തു. എന്നാൽ ലേവി ഗോത്രത്തിന് അങ്ങനെ കൊടുത്തില്ല. ജോഷുവ 13:14 മുതലുള്ള തിരുവചനങ്ങൾ കാണുന്നു, ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. അപ്പോൾ ലേവി ഗോത്രം ദൈവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനത്തിലൂടെ ജീവിക്കുക. അതിൻ്റെ അർത്ഥം മറ്റ് കുലത്തൊഴിലുകളോ മറ്റ് ഏതെങ്കിലും ജോലികളോ ഏർപ്പെടുകയല്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന ലേവി ഗോത്രത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേകവുമായി ബന്ധപ്പെട്ട്, അവരുടെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട്, ദൈവനിയോഗവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ അവരേർപ്പെടുന്നു. ദൈവാലയ കേന്ദ്രീകൃതമായ ഒരു ശുശ്രൂഷ. അങ്ങനെ ആയിരിക്കുമ്പോഴും ആ ശുശ്രൂഷകരുടെ അനുദിന ജീവിത ചെലവുകൾ, ആ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ, അത് ജനത്തിൻ്റെ സമർപ്പണത്തിലൂടെ, കാഴ്ച സമർപ്പണത്തിലൂടെ, കാണിക്ക സമർപ്പണത്തിലൂടെ, ദശാംശത്തിലൂടെ അതിനുള്ള സ്രോതസ്സ് ഉണ്ടാകണമെന്ന് ദൈവം തീരുമാനിച്ചു. ഈ പാരമ്പര്യത്തിൽ നിന്നായിരിക്കാം അത് അതിനു മുമ്പ് തന്നെ ഇങ്ങനെയൊരു ദശാംശം കൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ സാലേം രാജാവായ മെൽക്കിസദേക്കിന് അബ്രാഹാം എല്ലാറ്റിനും ദശാംശം കൊടുത്തു എന്നുള്ള വചനം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനത്തിൽ യാക്കോബ് ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം 10-1 ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കും. അതായത് ഈ ലേവ്യരുടെ പുസ്തകത്തിൽ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ, ലേവി ഗോത്രത്തിന് ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദശാംശം കൊടുക്കുന്ന പതിവ് ആ നാട്ടിലുള്ള ഒരു ഇസ്രായേൽ ജനതയുടെ ഇടയിൽ മാത്രമായിരിക്കില്ല, നാട്ടിലുള്ള ഒരു നാട്ടു നടപ്പ് അല്ലെങ്കിൽ ഒരു പതിവായിരുന്നിരിക്കാം. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമാനത്തിൻ്റെ 10-1 കൊടുക്കുക. അപ്പോൾ ദൈവ ശുശ്രൂഷകർ പല കാര്യ വ്യഗ്രതകളിൽ, ജോലികളിൽ വരുമാനമുണ്ടാക്കാനുള്ള കഠിനാധ്വാനത്തിൽ ഏർപ്പെടാതെ ദൈവ ശുശ്രൂഷയിൽ പൂർണ്ണ മനസ്സോടെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഏർപ്പെടേണ്ടതുകൊണ്ട് വരുമാനത്തെക്കുറിച്ച്
നാളത്തെ ജീവിതത്തിൻ്റെ വരുമാനം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാൽ ആധിയാൽ അവർ വ്യഗ്രചിത്തരായി പോകരുത്. അതുകൊണ്ട് അവർക്കുള്ള വരുമാനം ആത്മീയ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവാലയത്തിലേക്ക് വരുന്ന ദൈവജനത്തിൽ നിന്ന് തന്നെ, വിശ്വാസികളിൽ നിന്ന് തന്നെ ശേഖരിക്കുക എന്നുള്ള ശൈലിയിൽ നിന്നാണ്, ആ ഒരു ദൈവികമായ ഒരു വെളിപാടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു വെളിച്ചത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ശൈലി വന്നത്. മാത്രമല്ല, ലേവ്യരുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൻ്റെ 30-32 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്. ആടുമാടുകളുടെ ദശാംശം, ഇടയൻ്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും ദശാംശം 10-1 കർത്താവിനുള്ളതാണ്. അപ്പോൾ വിശ്വാസികളുടെ വരുമാനത്തിൻ്റെ 10-1 ദൈവ ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ ലേവി പുരോഹിതന്മാരെ അലസരാക്കേണ്ട ഒരു കാര്യമല്ല. അവർ ദൈവ ശുശ്രൂഷയ്ക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നെങ്കിൽ മാത്രമേ ആ ദശാംശത്തിൻ്റെ ഒരു പങ്കിന് അവർക്ക് അർഹതയുള്ളൂ. ഈ അർപ്പണം ചെയ്യാത്തവർ ദൈവാലയ കേന്ദ്രീകൃതമായ ആത്മീയ ജീവിതം, ദൈവോന്മുഖമായ ജീവിതം, ദൈവാരാധന, ദൈവ ശുശ്രൂഷ, അതുപോലെ ഈ ജനത്തിൻ്റെ ആടുകളുടെ ഇടയന്മാർക്ക് വേണ്ടി കൊടുക്കുന്ന ദശാംശത്തിന് അർഹത കിട്ടണമെങ്കിൽ ഈ ആടുകളുടെ ആത്മീയ ജീവിതത്തിൻ്റെ, എല്ലാ തരത്തിലുള്ള ജീവിതത്തിൻ്റെ സുഭദ്രതയ്ക്ക് വേണ്ടി ഇവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചൈതന്യപൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യണം. ഇന്നും ഇത് സത്യമാണ്. ദശാംശം ആത്മീയ ശുശ്രൂഷകർ അവരുടെ ശുശ്രൂഷ മേഖലകളിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ശുശ്രൂഷ കൊടുക്കാനും കടപ്പെട്ടവരാണവർ. ചില അവസരങ്ങളിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ജനങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ ഈ ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ അവർ വിമുഖരായി എന്ന് വരും. ദശാംശം കൊടുക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അതിന് അർഹതയുള്ള ആളായിരിക്കില്ല. ആരുമാകട്ടെ, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആരുമാകട്ടെ, അയാൾ അതിന് അർഹതയുള്ള ആളായിരിക്കില്ല. അയാളുടെ ജീവിതം മാതൃകാപൂർണമായിരിക്കില്ല, അല്ലെങ്കിൽ അയാൾ പൂർണ്ണമായി അർപ്പിക്കപ്പെട്ട ആളായിരിക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലും നമ്മൾ ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തണ്ട. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യം. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും തെറ്റോ കുറ്റമോ കുറവോ വലിപ്പമോ കണ്ടിട്ടല്ല നമ്മൾ ദശാംശം കൊടുക്കേണ്ടത്. നമ്മുടെ വരുമാനത്തിൻ്റെ 10-1 കർത്തൃ ശുശ്രൂഷയെ മാറ്റിവെക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടുന്നു. ഇനി ദശാംശത്തിൻ്റെ ഉപകാരം കിട്ടുന്ന വ്യക്തി, അതിൻ്റെ ഫലമായി കിട്ടുന്ന സമ്പത്തിൻ്റെ ഉപയോഗം സ്വീകരിക്കുന്ന വ്യക്തി, അയാൾ ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി, വരുമാനത്തിന് വേണ്ടി, സ്വന്തം സുഖത്തിന് വേണ്ടി, കീശ വീർപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ദശാംശം സ്വീകരിക്കുന്നത് എങ്കിൽ അയാൾ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതായത് ദൈവജനം അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10-1 ദൈവ ശുശ്രൂഷയ്ക്ക് കൊടുക്കുമ്പോൾ ആ ദൈവജനത്തെ ആത്മീയമായി ശുശ്രൂഷ ചെയ്യാൻ കടപ്പെട്ടവർ ആ ശുശ്രൂഷയിൽ ഏർപ്പെടാതെ അവർ പലകാര്യ വ്യഗ്രതയിലും ലൗകിക വ്യഗ്രതകളിലും ആത്മീയ ശുശ്രൂഷയിൽ ഒട്ടും താല്പര്യമില്ലാത്തവരായി മുന്നേറുകയാണെങ്കിൽ അവർ ഈ ദശാംശത്തിന് അർഹതയുള്ളവരല്ല. ദശാംശത്തിൻ്റെ ഫലമായി വരുന്ന വരുമാനത്തിൽ പങ്കുപറ്റാൻ യോഗ്യതയുള്ളവരല്ല. ഇത് വലിയൊരു സത്യമാണ്. ഒരിക്കൽ ഒരു ഇടവക വൈദികൻ എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉയർന്ന പദവി കിട്ടാനുള്ള സാധ്യതകളായി. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് കയറി സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. ആരംഭത്തിൽ അദ്ദേഹം ഒരു പഠിപ്പിക്കുക എന്നുള്ള ജോലി പോലെ അത് ചെയ്തു തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിനിടയ്ക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടി. 1-2 പ്രാർത്ഥന ജീവിതം നയിക്കുന്ന അൽമാരുടെ കൂടെ ഒരു യാത്രയ്ക്ക് പോയപ്പോൾ അവരുടെ പ്രാർത്ഥനാ ജീവിതമെല്ലാം കണ്ട് അവരുമായി സംസാരിച്ചു. ആ 2 ചെറുപ്പക്കാരും അവരുടെ കുടുംബത്തിലുള്ള അനേകം ജോലികൾ ചെയ്തു തീർത്തതിന് ശേഷം, ഭാര്യയോടും മക്കളോടുള്ള കടമകൾ നിർവഹിച്ചതിന് ശേഷം അവർക്ക് കിട്ടുന്ന സമയം വിശ്രമിക്കേണ്ട സമയമോ ഉല്ലസിക്കേണ്ട സമയമോ കൂട്ടുകാരൊത്ത് കറങ്ങാൻ പോണ്ട സമയമോ എല്ലാം എടുത്ത് അവർ പരമാവധി അവരുടെ ശരീരസുഖം വെടിഞ്ഞ് ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അർപ്പണം ചെയ്തവരാണെന്ന് ഈ അച്ഛൻ അവരുടെ ഉള്ള സംഭാഷണത്തിലൂടെ മനസ്സിലാക്കി. അത് കഴിഞ്ഞുള്ള അച്ഛൻ്റെ പ്രതികരണമാണ് പ്രധാനപ്പെട്ടത്.
അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചു, പൂർണ്ണമായും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി അർപ്പിതനാകേണ്ട ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ സമയത്തിൻ്റെ 10% മാത്രം ചെലവഴിക്കുന്നു. ബാക്കി 90% ഞാൻ ഈ ജോലിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അദ്ദേഹം അങ്ങനെ ആ ജോലിയിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിച്ച് ഒരു 6 മാസം കഴിഞ്ഞ് അഭിവന്ദ്യ പിതാവിനോട് ഇക്കാര്യം പങ്കുവച്ചു. ആത്മീയതയുടെ നിറവോടുകൂടിയ അഭിവന്ദ്യ പിതാവ് മെത്രാൻ ഈ വൈദികൻ ഇങ്ങനെ ഗൈഡ് ചെയ്തു. ഈ ഒരു ചിന്ത വളരെ നല്ലതാണ്. പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായിട്ട് എടുക്കണ്ട. അവിടെയുള്ള ഈ വിദ്യാർത്ഥികൾ സ്വന്തം മക്കളായിട്ട് കാണുക. അവർ ആൺകുട്ടികളും പെൺകുട്ടികളുമല്ല, അവർ സ്വന്തം മക്കളാണ്. അവരെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ അവർ ലൗകികമായ വിജ്ഞാനമോ സജ്ഞാനമോ നേടുമ്പോൾ അവർക്ക് ആത്മീയമായ ജ്ഞാനവും കൂടി കൊടുക്കാൻ വേണ്ടി അച്ഛനൊന്ന് പരിശ്രമിച്ചാൽ മതി. അതോടുകൂടി അച്ഛൻ എല്ലാ ദിവസവും രാവിലെ കുർബാന കഴിഞ്ഞ് അരമണിക്കൂർ നേരം, അച്ഛൻ്റെ കുർബാനയ്ക്ക് മുമ്പുള്ള ധ്യാന സമയം കഴിഞ്ഞിട്ടാണ്, കുർബാന കഴിഞ്ഞ് അരമണിക്കൂർ നേരം താൻ പഠിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകർക്കും കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും വേണ്ടി അരമണിക്കൂർ നേരം പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം ഈ അൽമായരുമായിട്ട് പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു, കുർബാന കഴിയുമ്പോൾ അച്ഛൻ്റെ അതേ നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അച്ഛന് വലിയൊരു പ്രേരണയെ. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ ഒരിക്കൽ എന്നെ കണ്ടുമുട്ടിയത്. ഞാൻ ദശാംശത്തെക്കുറിച്ച് മലാക്കി 3:8 മുതൽ 12 വരെയുള്ള വചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഈ വ്യാഖ്യാനം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹം ഇങ്ങനെ എന്നോട് പറയുകയായിരുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത്, അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നുള്ള ജോലി, എനിക്ക് അവിടെ കൂടുതൽ ഇവരുടെ ആത്മാവിന് ഉതകുന്നത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനിപ്പോൾ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടെ വലുതാക്കണം. അരമണിക്കൂറല്ലേ പ്രാർത്ഥന. അത് ഈ കുഞ്ഞുങ്ങൾ ആരും തന്നെ വഴിതെറ്റി പോകരുത്. പ്രത്യേകിച്ച് കൗമാര യൗവന പ്രായങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ആണല്ലോ അച്ഛൻ്റെ മുമ്പിൽ വരുന്നത്. ഇവരെ ഇന്ന് വലവീശി പിടിക്കാൻ സാത്താൻ അവൻ്റെ സകല കഴിവുകൾ ഉപയോഗിച്ച്, സകല ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇൻ്റർനെറ്റിലൂടെ, സോഷ്യൽ നെറ്റ്വർക്കിലൂടെ, മൊബൈലിലൂടെ, ഫ്രണ്ട്ഷിപ്പിലൂടെ, സിനിമാ ലോകത്തിലൂടെ, ഫാഷൻ വേൾഡിലൂടെ പിശാചിങ്ങനെ വല വിരിച്ചിരിക്കുമ്പോൾ നമുക്കെന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് സ്വർഗീയ ജ്ഞാനം കൊടുക്കുന്ന ശുശ്രൂഷകളും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും ചെയ്തുകൂടാ? അതോടുകൂടി അച്ഛനൊരു ഉണർവായി. ഒരു 3-4 വർഷം പോയ സംഭവം ഉണ്ടായത്. അച്ഛൻ അത് കഴിഞ്ഞിട്ട് എന്നോട് പിന്നീട് ഒരിക്കൽ കണ്ടപ്പം പറയുകയായിരുന്നു, ഞാൻ അവിടെ ആ സ്കൂളിൽ ധ്യാനം സംഘടിപ്പിച്ചു. വളരെ മനോഹരമായിട്ട് ക്രിസ്റ്റീൻ ടീം വന്നിട്ട് അവിടെ ധ്യാനിപ്പിച്ചു. നിങ്ങളുടെ ഇവിടുന്ന് ഡിവൈൻ എന്നുള്ള ഒരു ടീം അവിടെ വന്ന് ധ്യാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടികൾ അവിടുന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന പല കുട്ടികളുടെയും ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായി ഇടപെടാൻ തുടങ്ങി. അവർക്ക് പലർക്കും എന്നോട് വന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം വന്നു. ഒരു കുട്ടിക്കെതിരെയും അവരുടെ ഷെയറിങ്ങിൻ്റെ പേര് ഞാൻ നടപടിയെടുക്കില്ല. അത് കഴിഞ്ഞ് അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, എൻ്റെ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും തന്നെ, മിക്കവരും തന്നെയല്ല എല്ലാവരും തന്നെ എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മക്കളായി മാറി. അതിനു മുമ്പ് ഞാൻ ആദ്യം വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുമ്പസാരക്കൂട്ടിലിരുന്നാൽ ഒരൊറ്റ കുട്ടിയും വന്നിരുന്നില്ല. ഇപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് അവരുടെ ആത്മാവിന് വേണ്ടി എൻ്റെ ശുശ്രൂഷ അങ്ങോട്ട് മാറ്റിവെച്ചപ്പോഴേക്ക് എൻ്റെ ഭൗതികമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന ജോലി അതിനെ പ്രകാശിപ്പിക്കുന്നതായി മാറി എൻ്റെ ഈ സമർപ്പണം. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ കഴിവും സമയവും നമ്മുടെ എല്ലാ ജീവിത മേഖലകളും എടുത്തുപയോഗിക്കുമ്പോൾ ദശാംശം കൊടുക്കുന്ന ശുശ്രൂഷയാണത്. പ്രിയപ്പെട്ടവരെ, ഈ 2 അൽമായരിലൂടെ അച്ഛന് കിട്ടിയ വെളിച്ചം, അച്ഛനത് അഭിമന്യ പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് കൊടുത്ത കൂടുതൽ വെളിച്ചം, അതുകൊണ്ട് പിന്നെ ഞാൻ ഈ അച്ഛനെ കാണുന്നത് കത്തിജ്വലിച്ച് നിൽക്കുന്നൊരു വിളക്കായിട്ടാണ്. അച്ഛൻ പറയുന്നത് ദിവസവും ഞാനിപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കും, അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പള്ളിയിൽ ചെല്ലും. രാവിലെ 6 മണിക്കാണ് പള്ളിയിൽ കുർബാന. അപ്പോൾ എൻ്റെ സീനിയർ അച്ഛന്, ഇടവക വികാരിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും 6 മണിക്കത്തെ കുർബാന ഏറ്റെടുത്തു. അതുകൊണ്ട് ഞാൻ രാവിലെ 6 മണിക്ക് കുർബാനയ്ക്ക് കയറുന്നതിന് മുൻപുള്ള ഈ 4:30 മുതൽ ഈ 6 മണി വരെയുള്ള സമയത്ത് ഞാനിരുന്ന് ബൈബിൾ വായിക്കും, മധ്യസ്ഥം വഹിക്കും, ചില ദിവസങ്ങൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തും, ജപമാല എല്ലാ ദിവസവും ചൊല്ലും. അങ്ങനെ ഞാൻ ഒരുങ്ങും. അതോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കടന്നു ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു.
എന്നെ കാണുമ്പോൾ മാറി നിന്നിരുന്ന കമൻ്റ് പറഞ്ഞിരുന്ന കുട്ടികൾ എന്നെ കാണുമ്പോൾ ഇപ്പോൾ ആത്മീയ പിതാവിൻ്റെ അടുത്ത് വരുന്നതിനേക്കാൾ ഉപരി ഒരു സ്വന്തം അപ്പൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ വരുന്നു. എന്നിട്ട് അച്ഛൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് വലിയ സന്തോഷമായി മാറി. നേരത്തെ ഞാൻ ഭാരത്തോടെ പോയിരുന്നത് ഒരു ജോലി പൂർത്തിയാക്കാൻ, ഇപ്പം ജോലിയല്ല, ഒരു ശുശ്രൂഷയായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനായിട്ട് അർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ദശാംശത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്ന ഒരു ശുശ്രൂഷ, അതാണ് ഒരു മേഖല. ഇനി ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് അച്ഛൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ആ അൽമായർ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് കൃഷിപ്പണി ചെയ്ത് അവരുടെ ജോലികൾ, പശുവിനെ വളർത്തുന്നുണ്ട്, ആടിനെ വളർത്തുന്നുണ്ട്, മുയലിനെ വളർത്തുന്നുണ്ട് ഒരാൾ. മറ്റേ ആൾ റബ്ബർ തോട്ടമുണ്ട്, ചെറിയ തോതിൽ റബ്ബർ തോട്ടമുണ്ട്, അതുപോലെ കൃഷിയുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് തേനീച്ചക്കൂട് ഉണ്ട്. അതിലൂടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 10 കൃത്യമായിട്ട് ഇടവക പള്ളി കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ദശാംശം കൊടുക്കുക എന്ന് പറയുന്ന ഈ ഒരു അൽമാരുടെ ഈ മാതൃകാപരമായ നടപടിയാണ് അച്ഛനെ പ്രചോദിപ്പിച്ചത്. അവരുടെ ആത്മീയ ജീവിതം, കഴിവിന്, അവരുടെ കഴിവുകൾ, സമയമൊക്കെ ദൈവത്തിനായി മാറ്റിവെക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അത് അച്ഛനെ ഒത്തിരി സ്വാധീനിച്ചു. അച്ഛനെന്ന് വളരെ പരമപരിശുദ്ധനായി ദൈവരാജ്യത്തിനു വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നു. പക്ഷേ അച്ഛനെ ഏൽപ്പിച്ച ഈ സ്കൂൾ വിദ്യാഭ്യാസം അത് അച്ഛൻ തുടർന്നുകൊണ്ടിരിക്കുന്നു, നിർത്തിക്കളഞ്ഞിട്ടില്ല. സ്കൂളിൽ പഠിപ്പിച്ചാൽ, കോളേജിൽ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ജോലി ചെയ്താൽ നമ്മുടെ ആത്മീയത തകർന്നു പോവില്ല. കാരണം ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ഈ ജോലി മേഖലയും ദൈവ ശുശ്രൂഷയായിട്ട് മാറ്റാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഗവൺമെൻറ് ജോലിയായിരിക്കാം, പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്പനി ജോലിയായിരിക്കാം, IT മേഖലയിലായിരിക്കാം, ഡ്രൈവറായിരിക്കാം, പൈലറ്റായിരിക്കാം, ക്യാപ്റ്റനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരായിരിക്കാം, അല്ല ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം. എവിടെയും നമുക്ക് ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. നമ്മുടെ സമയത്തിൻ്റെ, കഴിവിൻ്റെയും നമ്മുടെ അധ്വാനത്തിൻ്റെയൊക്കെ 10 ദൈവമഹത്വത്തിന്, ദൈവരാജ്യത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റണമെങ്കിൽ എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ദൈവജനവും ഇപ്പോൾ വചനം വ്യാഖ്യാനിക്കാനായി ഇവിടെ അങ്ങ് നിയോഗിച്ച ഞാനും തിരുമുമ്പിൽ തലകുനിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ, ജ്വലിപ്പിക്കുവാൻ ആവശ്യമായ അഭിഷേക നിമിഷം തരണമേ. ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ നേട്ടങ്ങൾ, അധ്വാനങ്ങൾ, ഞങ്ങളുടെ വരുമാനം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു കർത്താവേ. അതിൻ്റെ 10 പൂർണ്ണമായ ഉടമസ്ഥാവകാശം അങ്ങേക്ക് ഏൽപ്പിച്ച് തന്നുകൊണ്ട് അങ്ങേ മഹത്വത്തിനെ അങ്ങേ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഈശോ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദശാംശം കൃത്യമായി കൊടുക്കുന്ന സ്വഭാവത്തിലേക്കും ശൈലിയിലേക്കും എല്ലാവരും വളർന്നു വരട്ടെ. അനേകായിരങ്ങളെ രക്ഷിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി അത് മാറട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരുടെയും കുടുംബങ്ങളിൽ അനുഗ്രഹം നിറയട്ടെ, കൂട്ടായ്മകളിൽ അനുഗ്രഹം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, പിതാവായ ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന്, അപ്പമായി തീരുന്ന ഗുരുനാഥന്. Hallelujah, hallelujah.
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാ പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. വയസ്സായപ്പോൾ മുതലേ സന്ധികളിലെല്ലാം വേദനയും നീരുമാണ്. ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പൊ 64 വയസ്സായി. എന്ന് പറഞ്ഞാൽ 20-ാം വയസ്സ് തുടങ്ങിയതാണ്. 44 വർഷങ്ങളായി സന്ധിവാദമായിരുന്നു. പറഞ്ഞു എന്തായിരുന്നു ഡോക്ടർ? എന്താ പറഞ്ഞേ? ആമവാദമാണെന്ന് പറഞ്ഞു. എവിടെയൊക്കെ ആയിരുന്നു ജോയിൻസിന് പെയിൻ? എല്ലാ മുട്ടിന്, നടുവിന്, എല്ലായിടത്തും. ഇന്നിവിടെ വന്നപ്പോഴും ഉണ്ടായിരുന്നു. 44 വർഷമായിട്ട് എന്തെല്ലാം ചികിത്സ ചെയ്തു? ആയുർവേദം ചെയ്തു, ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ മുട്ട് മടക്കാൻ പ്രയാസമായിരുന്നു. മുക്കത്തില്ലായിരുന്നു. ഞാനിപ്പോ മുട്ട് കുത്തി കൈ പൊക്കാൻ പ്രയാസമായിരുന്നു. എല്ലാ സന്ധിബന്ധങ്ങൾക്ക് വേദനയായിരുന്നു. 44 വർഷമായി. ആമവാദ സാധാരണഗതിയിൽ അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതല്ല. 44 വർഷമായിട്ടുള്ള വേദന ഉണ്ടായിരുന്ന, ആമവാദം ഉണ്ടായിരുന്ന സഹോദരി പേരെന്താണ്? മറിയാമ്മ. വീട് എവിടെയാ? ചങ്ങനാശ്ശേരി. ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? തോന്നുന്നില്ല. ഒരു വേദനയില്ല. പൂർണ്ണമായി മാറിയോ? കൈ പൊക്കിക്കേ, കൈ താഴ്ത്തിക്കേ, മുട്ടുകുത്തിക്കേ, എഴുന്നേറ്റേ. വേദനയുണ്ടോ? ഇല്ല. പൂർണ്ണമായിട്ടും വേദന മാറി. 44 വർഷമുള്ള ആമവാദത്തിന്റെ ഫലമായ വേദനയാണ് കർത്താവ് എടുത്തു മാറ്റിയത്. മരുന്നോ ലേപനോഷധമോ അല്ല. എല്ലാവരെയും സുഖപ്പെടുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഇന്നലെ 2-3 തവണ കർത്താവ് ഈ സന്ദേശം നൽകിയത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. ഈ കൈയുടെ മുട്ടിന് വേദന ഉള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു, കാൽപാദത്തിന് വേദന ഉണ്ടെന്നും കൂടി ഞാൻ പറഞ്ഞായിരുന്നു. ഈ നിൽക്കുന്ന ഫിലോമിന എന്ന സഹോദരി കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. 8 മാസമായിട്ട് വലത് കൈ മുട്ടിൻ്റെ ഭാഗത്ത് വേദന,
ഒരു കപ്പ് ചായ പോലും എടുത്ത് കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ എടുത്ത് ഇവിടം വരെ എത്തിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ടാണ് പിന്നെ എടുത്ത് കുടിക്കുന്നത്. കഠിന വേദനയായിട്ട് കഴിഞ്ഞ 8 മാസമായിട്ട് ഈ സഹോദരി കഴിയുകയായിരുന്നു. ഉപ്പ് ഒഴിച്ച് തിളപ്പിച്ച വെള്ളം കൊണ്ട് അവിടേക്ക് ഒഴിച്ച് കുറച്ചൊക്കെ നീര് വറ്റിക്കുമായിരുന്നു. വേദന എന്നിട്ട് കുറഞ്ഞില്ലായിരുന്നു. ഇനി ആ സഹോദരി തന്നെ ആ സാക്ഷ്യം പേരൊക്കെ പറഞ്ഞ് എവിടെ നിന്ന് മൈക്കിലൂടെ പറഞ്ഞോളൂ. പേരൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് സംഭവം എന്ന് പറയൂ. എൻ്റെ പേര് ഫിലോമിന ഷാജി. ഞാൻ വടാട്ടുപാറയിൽ നിന്ന് വരുന്നു, കോതമംഗലത്തിനടുത്തു നിന്ന്. എനിക്ക് 8 മാസമായി. എൻ്റെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാനത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പൂർണ്ണമായിട്ട് അങ്ങ് വരുന്നില്ല. പിന്നെ കുറേ 5-6 മാസമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ആശുപത്രിയിലൊന്ന് പോകും, ഞാൻ വേണേ വരാം. ഞാൻ പറഞ്ഞു, വേണ്ട, പണി കഴിഞ്ഞിട്ട് വരണ്ട, ഞാൻ പൊക്കോളാം. എന്നിട്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയാണ്, അത് സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു നീർക്കെട്ടാണ്, അത് മാറിക്കോളും എന്ന് പറഞ്ഞ ഓയിൽമെൻറ്റും ഗുളിയൊക്കെ തന്ന് ഞാൻ ഒരാഴ്ച കഴിച്ചു. 2 ദിവസത്തേക്ക് പ്രശ്നമില്ലായിരുന്നു. വീണ്ടും അങ്ങനെ. പിന്നെ എൻ്റെ മോളാണ് എന്നും എനിക്ക് ആഹാരം വിളമ്പി തരുന്നതും എന്തെങ്കിലും അത്യാവശ്യം ഹസ്ബൻഡ് തുണിയൊക്കെ കഴുകി തരും. അതുപോലെ കാലിൻ്റെ പൂറ്റിക്ക് ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ തോന്നിയില്ല. പ്രഭാതമാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നത് ഭിത്തിയെ പിടിച്ചാണ് ഞാൻ എഴുന്നേൽക്കാറുള്ളത്. അത് ജോലിക്കൊക്കെ പോകുന്നത് 7 മണിക്കാണ് ഹസ്ബൻഡ്. ഞാൻ എന്നിട്ട് എളുപ്പം ചോറെടുക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് പറയും, നീ ചോറ് തരണ്ട, ഞാൻ എവിടെയെങ്കിലും കഴിച്ചോളാം എന്ന് പറയും. പക്ഷേ ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോൾ എഴുന്നേക്കാഞ്ഞത്, ഇന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കിടക്കുന്നിടത്തൊരു ഭിത്തിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരു ചേച്ചി എഴുന്നേറ്റ് പോകുന്ന കണ്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് അങ്ങ് നടന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ചെരുപ്പിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. കുറേ നടന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് അന്നേരം ഒരു നിരാശ തോന്നി. അച്ഛൻ പറഞ്ഞിട്ട് ഞാനൊന്ന് എഴുന്നേറ്റില്ല, ഞാൻ നിന്ദിച്ചതല്ല. പക്ഷേ എൻ്റെ കാലിൻ്റെ വേദന എന്ന് വെച്ചാൽ അതിഭയങ്കരം. ഞാൻ പിന്നെ ഹസ്ബൻഡ് തോളെ കൈയിട്ടാണ് അരമണിക്കൂർ നടന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ എല്ലാ പണികളും ചെയ്യും. എന്നിട്ട് ഞാൻ എന്നും സന്ധ്യയ്ക്ക് പറയും, കർത്താവ് ഇന്ന് നേരം വെളുക്കല്ലേ എന്ന് പറയും. അത്ര വേദനയായിരുന്നു. പക്ഷെ വന്നപ്പോൾ തന്നെ എൻ്റെ ഈശോ എന്നെ തൊട്ടു. ഒറ്റ പാവത്തിൻ്റെ ക്ലാസ്സിലൂടെ എൻ്റെ പാവം ഞാൻ തിരിച്ചറിഞ്ഞു. അതുപോലെ എല്ലാവരും പാവത്തിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നല്ല കുമ്പസാരത്തിലൂടെ നമ്മൾക്ക് നല്ല ഉണർവുണ്ടായി ഓരോരുത്തരെയും ദൈവത്തിലേക്ക് ആശ്രയിക്കണം. അതാണ് എൻ്റെ തീരുമാനം. ഈ കൈകൊണ്ട് ഒരു ഗ്ലാസ് ചായ പോലും എടുത്തു കുടിക്കാൻ പറ്റാത്ത ആളാ. വലത് കൈ കൊണ്ട് ഒറ്റയ്ക്ക് കസേര എടുത്ത് പൊക്കിക്കേനി. കസേര താത്തി വെച്ച് ഇവിടെ ഭക്ഷണം വിളമ്പ് കൊടുക്കുകയും ചായ കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ ഈ ആഴ്ച? ഞാൻ ഇന്ന് രാവിലെയും വൈകിട്ട് ഞാൻ ഈ കൈ കൊണ്ട് തന്നെ ഭക്ഷണം വിളമ്പി കൊടുത്തു, ചായ ഒഴിച്ചു കൊടുത്തു. ഒരു വേദനയില്ല. വേദനയെ കുറിച്ച് ഞാൻ ചിന്തിച്ചതുമില്ല. ഒരു കപ്പ് കാപ്പി പോലും എടുത്തു കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നോ? അതെ. പിന്നെ എങ്ങനെ നേരത്തെ കാപ്പി എടുത്ത് കുടിച്ചിരുന്നത് കാണിച്ചേ. കൈ കൊണ്ട് എടുത്തിട്ട് ഇത്രയും താഴെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരിയേ പൊങ്ങത്തുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇടത് കൈ കൊണ്ട് ഞാൻ എടുക്കും. അല്ലെ പിള്ളേരെ വിളിക്കും. ഇപ്പൊ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഒരു വേദനയില്ല. എനിക്ക് അതിലാണ് ഒത്തിരി സന്തോഷം. നടക്കാൻ പറ്റില്ലായിരുന്നു. കർത്താവ് നൽകിയ ഈ സൗഖ്യത്തെ ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divinetv@gmail.com. Website www.drcm.org.